ജനാധിപത്യ രാജ്യങ്ങളിൽ കൂടിയും യാത്ര ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ട് ഉൾപ്പെടെ, അമേരിക്ക, ഇംഗ്ലണ്ട് ഉൾപ്പെടെയില്ല, സോവിയറ്റ് യൂണിയനെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു വ്യവസ്ഥിതിയാണ്. ചോദ്യം ഇതാണ്: ഈ ജനാധിപത്യ രാജ്യങ്ങളും ഇന്ത്യയുമായി എന്താണ് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ താരതമ്യങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. അതൊരു വളരെ കോംപ്ലക്സ് ആണ്. അപ്പൊ നമ്മളത് പറയുമ്പോൾ ഓരോ രാജ്യത്തിനും, ഇപ്പം അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം ജനാധിപത്യമാണെന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ ആ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റലിസമാണ്. ക്യാപിറ്റലിസത്തിന് ഞാൻ മുതലാളിത്തം എന്നുള്ള വാക്ക് മലയാളികളുടെ ഒരു കോയിനേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിക്ഷേപകരുടെ ക്യാപിറ്റലിസം വാസ്തവത്തിൽ മൂലധന നിക്ഷേപകരുടെ ആധിപത്യമാണ്. നമ്മൾ പറയുന്ന മുതലാളിത്തമല്ല. മുതലാളിത്തം പണ്ട് ഈ ജന്മി മുതലാളി കൂട്ടുകെട്ടെന്നൊക്കെയുള്ള പഴയ മുദ്രാവാക്യങ്ങളിൽ നമ്മൾ ഇവോൾവ് ചെയ്തെടുത്ത ഒരു ഓവർ സിംപ്ലിഫൈ ചെയ്ത ഒരു എക്വിവലന്റ് ആണ് ക്യാപിറ്റലിസത്തിനെ നമ്മൾ മുതലാളിത്തം എന്ന് വിളിക്കുന്നത്. ഇത് മൂലധന ക്യാപിറ്റൽ ഈസ് മൂലധനം. മാർക്സ് പറഞ്ഞ ആ അടിസ്ഥാന സംഭവമാണ് അത്. അപ്പൊ ക്യാപിറ്റലിസം മൂലധനത്തിന്റെ ആധിപത്യം ആണ് ക്യാപിറ്റൽ. അപ്പൊ അമേരിക്ക വാസ്തവത്തിൽ ജനാധിപത്യത്തെ തന്നെ മൂലധനമാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അപ്പൊ ട്രംപ് വാസ്തവത്തിൽ എന്താണ്, അല്ലെങ്കിൽ ട്രംപ് അല്ലെങ്കിൽ ഏത് അയാളെ മാത്രം നമ്മൾ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏത് അമേരിക്കൻ പ്രസിഡന്റും, അത് ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ നമ്മൾ അറിയുന്ന പല, അവരെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ആ ജനാധിപത്യ പ്രതിനിധികളെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ക്യാപിറ്റലിസമാണ്. ഇതാണ് അമേരിക്കൻ ക്യാപിറ്റലിസത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ട് അവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയും എവരിത്തിങ് നമ്മൾ അവിടെ ചെന്ന് അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ തമ്പ് ക്യാപിറ്റലിസത്തിന്റെ ആ തള്ളവരൽ നമ്മുടെ മേൽ അമർന്നിരിക്കും എല്ലാ മേഖലകളിലും. അപ്പം എന്നാലും അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ക്യാപിറ്റലിസത്തിന്റെ ഒരു വലിയ, അമേരിക്കൻ ക്യാപിറ്റലിസത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്, ബാക്കി ഒരു വലിയ ഇതെന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ ആളുകളെ അഴിച്ചുവിടും. ചില കാര്യങ്ങൾ അവരുടെ പിടിയിൽ വയ്ക്കേണ്ട കാര്യങ്ങൾ മാത്രം ബലമായിട്ട് പിടിക്കും. അവർക്ക് ഏറ്റവും ലാഭം കിട്ടുന്ന ഏരിയാസിൽ യാതൊരു കോംപ്രമൈസും അവർ ചെയ്യില്ല. ഇൻഷുറൻസ്, മരുന്നുകളുടെ, ഔഷധങ്ങളുടെ മാനുഫാക്ചറിങ്, പിന്നെ ഇത് ആയുധങ്ങളുടെ മാനുഫാക്ചറിങ്, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു ഫ്രീ കൺട്രി എന്ന തോന്നൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എല്ലാ സർവ്വസ്വതന്ത്രമായ ഒരു രാജ്യമാണെന്ന് തോന്നൽ ഉൽപ്പാദിച്ചുകൊണ്ട് ആളുകളെ ഇങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്. ഇത് പക്ഷെ ബേസിക്കലി നമ്മൾ കാണുന്ന അവിടെയും അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരന് അവരിൽ ഒരാളായിട്ട് മാത്രമേ അയാളെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും കാണിക്കുന്ന ഈ താണുവണങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ മുമ്പിലും ഇതുപോലെ ഭരണകൂട മേധാവികളുടെ മുമ്പിലും ഉള്ള താണുവണങ്ങലും ഈ കൈകൂപ്പി നിൽക്കലും അവരെ സാറേ എന്നൊക്കെ വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ നിൽക്കലും ഇത് ഞാൻ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല. ഇതാണ് ഞാൻ പ്രധാനമായിട്ടുള്ള, ഇത് ജനാധിപത്യത്തിന്റെ മറ്റൊരു തരം അധപ്പതനമാണ്. ഇത് ഫ്യൂഡലിസം നമ്മളുടെ ഉള്ളിൽ